ഇനി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമ്മൾ വലിയ ചോദ്യങ്ങളിലോട്ട് പോകണം. ഒരു 8 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞു 3 ചാപ്റ്ററിൽ നിന്നും 4 ചാപ്റ്ററിൽ നിന്നും വരാറുണ്ട്. കുറഞ്ഞത് അഡ്മിഷനും റിട്ടയർമെന്റും ഫസ്റ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. 8 മാർക്ക് ഷുവറായിട്ട് വരും. 8 മാർക്ക് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ആ ചോദ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ശ്രീസ്ത ആൻഡ് ഇഷ ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. നമുക്ക് എല്ലാ ക്വസ്റ്റിനകത്ത് കാണുമ്പോൾ തന്നെ അഡ്മിഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പാർട്ണേഴ്സ് കാണും. ഈ പാർട്ണേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ടായിരിക്കും. റേഷ്യോ 3:2 ആണ്. ദിയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 31, 2017 അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഒരു ബാലൻസ് ഷീറ്റ്, അവരുടെ പഴയ ബാലൻസ് ഷീറ്റ് അതിനകത്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. നോക്കിയേ, ക്രെഡിറ്റേഴ്സ് 28,000. പിന്നെ ക്യാപിറ്റൽ, 2 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ശ്രീഷ്തയ്ക്ക് 70,000, ഇഷയ്ക്ക് 70,000, 2 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് 3,000, 23,000 ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബാങ്ക് ആണ് അവിടെ കൊടുക്കുന്നത് 23,000. ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ 19,000, ബിൽഡിംഗ് 65,000, ഫർണിച്ചർ 15,000, മെഷീനറി 13,000, സ്റ്റോക്ക് 30,000. അപ്പൊ ഇത്രയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നോക്കി, ഓൺ ദ ഡേറ്റ് ഓഫ് ദേ അഡ്മിറ്റ് നയോമി ഓൺ ദി പാർട്ണർഷിപ്പ് ഫോർ 1/4 ഷെയർ. അല്ലെ, 1/4 ഷെയറിന് ഒരു പുതിയൊരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്തു. ഇങ്ങനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബാക്കി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, ഫർണിച്ചർ ആൻഡ് സ്റ്റോക്ക് ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 10%. അല്ലെ, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. 2 അസറ്റുകളാണ്. 2 അസറ്റ് ഫർണിച്ചറിനുമുണ്ട്, സ്റ്റോക്കിനുമുണ്ട്. നമുക്കറിയാം അസറ്റ് കുറയുകയാണ് ചെയ്യണത്. എന്ത് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് പറയും. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ കേട്ടിരിക്കുക. 2, ബിൽഡിംഗ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 20,000. അല്ലെ, 20,000 രൂപ ബിൽഡിംഗ് എന്ത് ചെയ്തു? അപ്രീസിയേഷൻ ചെയ്തു. അപ്രീസിയേഷൻ മീൻസ് കൂടി. അല്ലെ, ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രീഷിയേറ്റ്. അപ്രീഷിയേറ്റ് വാക്കിന്റെ അർത്ഥം ആലോചിക്കുക. കൂടി എന്നാണ് അർത്ഥം. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5% പ്രൊവിഷൻ ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ ഡെപ്റ്റർ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അല്ലെ, മൊത്തം എത്രയാണോ ഡെപ്റ്റേഴ്സിന്റെ 5% എന്തായിട്ട് മാറി? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് മാറി. അല്ലെ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് തരുന്നു. ഈ അഡ്മിറ്റ് ചെയ്ത പുതിയ പാർട്ണറായ നയോമി ഹാവ് ടു ബ്രിങ് ₹50,000 ഹെർ ക്യാപിറ്റൽ ആൻഡ് 30,000 അസ് ഗുഡ് വിൽ. 50,000 രൂപ ക്യാപിറ്റലായിട്ടും 30,000 രൂപ എന്തായിട്ടും കൊണ്ടുവന്നു? ഗുഡ് ആയിട്ടും കൊണ്ടുവന്നു. സപ്പോസ് യു വെയർ ആൻ അക്കൗണ്ടന്റ് ഇൻ ദിസ് ഫേം, ഹൗ വിൽ യു പ്രിപ്പയർ ജേണൽ എൻട്രി ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ അതിനകത്ത് ഒരു സ്ഥാപനത്തിന്റെ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ എങ്ങനെ ജേണൽ എൻട്രി തയ്യാറാക്കും? അവിടുത്തെ എങ്ങനെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കും? അവിടെ എങ്ങനെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെ നമുക്കറിയാം. അങ്ങനെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് അവർ വലുതായിട്ട് ചോദിക്കാറില്ല. സിമ്പിൾ ആയിട്ട് ചോദിക്കാറുള്ളൂ. ഈ ഒരു ടൈപ്പാണ് ചോദിക്കാറുള്ളത്. നമുക്കറിയാം 3 അക്കൗണ്ടാണ് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അവിടെ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അല്ലേ, അഡ്മിഷൻ ആണോ ക്വസ്റ്റ്യൻ, അവിടെ എന്ത് അക്കൗണ്ട് തയ്യാറാക്കണം? റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. രണ്ടാമത്തെ അക്കൗണ്ട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നാലാമത്തെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് നേരെ ആൻസറിലോട്ട് പോവാം. ഇവിടെ നോക്കിയോ, നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ട അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് അക്കൗണ്ട്, നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. അല്ലെ, റീവാലുവേഷൻ അക്കൗണ്ട് ആണ് നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട്. സാധാ ഒരു അക്കൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് വരുന്നത്. അപ്പൊ ആദ്യത്തെ കോളം നമുക്കറിയാം ഏതാ? പർട്ടിക്കുലേഴ്സ് കോളം. രണ്ടാമത് ഡെബിറ്റ് എമൗണ്ടും, മൂന്നാമത്തെ പർട്ടിക്കുലേഴ്സ് കോളം ഏതാ? ക്രെഡിറ്റ് എമൗണ്ടും ആണ് വരുന്നത്. ശരി, വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ വരച്ച് ചെയ്യുക. എപ്പോഴും നമുക്കറിയാം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്കെയിലും പെൻസിലൊക്കെ ഇട്ട് തന്നെ വരയ്ക്കുക. ശരി, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എഴുതേണ്ട റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്ലാസ്സിനൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് മാക്സിമം സ്പീഡിൽ ചെയ്യുക. കാരണം അത് വളരെ സിമ്പിൾ ആണ്. അത് തെറ്റാൻ ചാൻസ് വളരെ കുറവാണ്. സ്പീഡിൽ എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് ചെയ്യാനല്ല, എളുപ്പത്തിന് കുറച്ച് സമയം നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി, 8 മാർക്കിന് ക്വസ്റ്റ്യൻ സേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ അങ്ങ് ചെയ്തു പോവുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യേണ്ട കാര്യം നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് പറയുന്നു. വീണ്ടും റിവിഷൻ പോലെ കേട്ടിരിക്കുക. പ്രോബ്ലം മാക്സിമം ചെയ്ത് നോക്കുക. റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യും ചോദിച്ചാൽ, വെൻ അസറ്റ് is increased it will be credit, when asset is decreased it will be debit. ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ഒരു അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡും അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡും എഴുതും. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു
അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡും, ജേണൽ എൻട്രി ചോദിച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ടും, ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ജേണൽ എൻട്രി, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ശരി, അസറ്റ് മാത്രമല്ലടാ ലൈബിലിറ്റിയും വരും അല്ലേ. വെൻ ലൈബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് വിൽ ബി ഡെബിറ്റ് ആൻഡ് വെൻ ലൈബിലിറ്റി ഈസ് ഡിക്രീസ്ഡ് ഇറ്റ് വിൽ ബി ക്രെഡിറ്റ് അല്ലേ. എന്തിന് സ്പീഡിൽ പോകുന്നു വെച്ചാൽ ഇതൊരു ബേസ് കാര്യമാണ്, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഒരു ലൈബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റ് സൈഡും ലൈബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ശരി, അൺറിക്കോർഡ് അസറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡും, അൺറിക്കോർഡ് ലൈബിലിറ്റി വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിലും എഴുതും, ഡെബിറ്റ് സൈഡിലും എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ട് ക്ലോസ് ചെയ്യും. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ റീവാലുവേഷൻ ലോസ് ആണോ എന്നൊക്കെ നോക്കും. ശരി, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന കാര്യം, അഡ്ജസ്റ്റ്മെന്റിനകത്ത് ആദ്യം തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോക്കി, ഫർണിച്ചർ ആൻഡ് സ്റ്റോക്ക് ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 10% എന്നാണ് പറഞ്ഞത് അല്ലേ. 10% എന്തൊക്കെയായിട്ട് മാറി, ഡിപ്രീസിയേഷന്റെയും ഫർണിച്ചറിന്റെയും ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് അറിയാം. ഫർണിച്ചറും പിന്നെ ഏതെന്തിക്കുന്നത് സ്റ്റോക്കുമാണ്. രണ്ടും അസറ്റിലാണ്. ഫർണിച്ചറും അസറ്റാണ്, സ്റ്റോക്കും അസറ്റാണ്. ഫർണിച്ചർ അസറ്റ് ആകുമ്പോൾ ഒരു ഡിപ്രീസിയേഷൻ മീൻസ് കുറയുക എന്നാണ് അർത്ഥം. ഞാൻ തൊട്ടു മുമ്പേ നിങ്ങളുടെ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഒരു അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ശരി, ഞാൻ എന്താ ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ്. ആദ്യത്തേത് ഏതാ, ഫർണിച്ചർ ആണ്. രണ്ടാമത്തേത് ഏതാ, രണ്ടാമത്തെ സ്റ്റോക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ കോളത്തിനകത്തൊക്കെ ചെയ്തിട്ട് ഔട്ടർ കോളത്തിനകത്തൊക്കെ എമൗണ്ട് കാണിക്കാം, അതിന് തെറ്റ് വരത്തില്ല. ശരി, അപ്പൊ എമൗണ്ട് നോക്കി. ആദ്യത്തത് ഫർണിച്ചറിന്റെ യഥാർത്ഥ എമൗണ്ട് ചോദിച്ചാൽ 15,000 ആണ് അല്ലെ. ഫർണിച്ചറിന്റെ യഥാർത്ഥ എമൗണ്ട് ചോദിച്ചാൽ 15,000 ആണ്. അവിടെ യഥാർത്ഥ വില, ഇവിടുത്തെ യഥാർത്ഥ വില തന്നിരിക്കുന്നത് 15,000 ആണ് തന്നിരിക്കുന്നത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാ, 1,500 എന്തായിട്ട് മാറി എന്നാ പറഞ്ഞത്, ഡിപ്രീസിയേഷൻ ആയിട്ട് മാറി എന്നാ പറഞ്ഞത്. നമുക്ക് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് അറിയാം, എത്രയാ, 1,500 അല്ലെ. 10% ആകുമ്പോൾ എത്രയായിട്ട് മാറി, 1,500 ആയിട്ട് മാറി. 1,500 എമൗണ്ട് എഴുതി. നെക്സ്റ്റ് സ്റ്റോക്ക്, ഈ ബ്രാക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാം. എത്രയാ, 15,000ന്റെ എത്ര പെർസെന്റേജ്, 10/100. അതൊക്കെ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ശരി, നെക്സ്റ്റ് അടുത്തതാണെങ്കിൽ ഏതാ, സ്റ്റോക്കാണ്. സ്റ്റോക്കും 10% ആണ്. സ്റ്റോക്ക് ഒരു അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡെബിറ്റ് സൈഡിൽ എഴുതണം. സ്റ്റോക്ക് എത്ര, 10%. ക്വസ്റ്റിനകത്ത് സ്റ്റോക്ക് തന്നിരിക്കുന്നത് 30,000 ആണ്. സ്റ്റോക്ക് തന്നിരിക്കുന്നത് 30,000ന്റെ എത്ര പെർസെന്റേജ്, 10%. ആൻസർ എത്ര, 3,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളും എഴുതി. എത്രയൊക്കെ, ഫർണിച്ചറും സ്റ്റോക്കും. എന്തുകൊണ്ട് ഡെബിറ്റ് എഴുതി എന്നറിയാം, കാരണം ഡെബിറ്റ് എഴുതാൻ കാരണം അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് എഴുതും എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ സെറ്റ് ആണ്. നെക്സ്റ്റ് നോക്കി, അടുത്തത് ബിൽഡിംഗ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 20,000 എന്നാണ് പറഞ്ഞത്. ബിൽഡിംഗ് എത്രയായിട്ട് കൂടിയടാ, 20,000 രൂപയായിട്ട് കൂടി എന്നാ പറഞ്ഞത് അല്ലെ. എപ്പോഴും ഞാൻ പറയുന്നത് അപ്രീസിയേഷൻ എന്ന വാക്കിന്റെ അപ്രീസിയേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻക്രീസ് ചെയ്തു, കൂടി എന്നാണ് അർത്ഥം. അപ്പൊ നേരെ നോക്കുക, അസറ്റ് ആണ്, അസറ്റ് കൂടി എന്നാണ് അർത്ഥം. നേരത്തെ അസറ്റ് എത്രയാണ്, നേരത്തെ അസറ്റ് 65,000 രൂപയാണ്. ഇപ്പൊ എത്രയായിട്ട് കൂടി, 20,000 രൂപ കൂടി എന്നാണ് പറഞ്ഞത്. എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് വ്യത്യസ്തമുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. എത്രയാണോ ഡിഫറൻസ്, ആ ഡിഫറൻസ് എമൗണ്ട് ആണ് എഴുതിയത്. ഇവിടെ എത്ര കൂടി എന്നാ പറഞ്ഞത്, 20,000 കൂടി എന്ന് പറയുകയാണ്. അസറ്റ് ആണ്, ബിൽഡിങ്ങിന്റെ കാര്യമാണോ പറയുന്നത്. അപ്പൊ ശരി, ഏതെഴുതി, ബിൽഡിംഗ് എഴുതി അല്ലെ. ബിൽഡിംഗ് എത്ര രൂപയായിട്ട് കൂടി എന്നാ പറഞ്ഞത്, 20,000 രൂപ ഇൻക്രീസ് ചെയ്തു. വെൻ അസറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് വിൽ ബി ക്രെഡിറ്റ് അല്ലെ. അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് കാണിച്ചു. ബിൽഡിംഗ് എത്ര രൂപയായിട്ട് കാണിച്ചു, ശരി, 20,000 രൂപയായിട്ട് കാണിച്ചു. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്ന അടുത്ത കേസ്, 5% പ്രൊവിഷൻ ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ ഡെപ്റ്റേഴ്സ് ഓർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഡെപ്റ്ററിന്റെ 5% എന്തായിട്ട് മാറി, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് മാറി എന്നാ പറഞ്ഞു. നമുക്കറിയാം ഡെപ്റ്റർ ഒരു അസറ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മീൻസ് കിട്ടാത്ത കടമാണ്. നമുക്ക് കിട്ടാത്ത ഒരു കടത്തെയാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എത്രയായിട്ട് മാറി എന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത്, 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് മാറി എന്ന് പറയുകയാണ്. ഡെപ്റ്ററിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയും ചോദിച്ചാൽ 19,000 ആണ്. ഡെപ്റ്ററിന്റെ എമൗണ്ട് ചോദിച്ചാൽ 19,000 ആണ് എമൗണ്ട്. ഈ 19,000ന്റെ എത്ര പെർസെന്റേജ് മാറി എന്നാണ് പറയുന്നത്, 5% മാറി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ല. അപ്പൊ അസറ്റ് കുറഞ്ഞു. അപ്പൊ എഴുതാല്ല എന്താ അവിടെ, അല്ലെങ്കിൽ ലൈബിലിറ്റി അല്ലെ. ലൈബിലിറ്റി, ഒരു പുതിയൊരു ലൈബിലിറ്റി വന്നു. ഏതാ, പ്രൊവിഷൻ അല്ലെ. പ്രൊവിഷൻ എന്ന ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന ലൈബിലിറ്റി വന്നു. 19,000ന്റെ എത്ര പെർസെന്റേജ് കാണണം, 5% കാണണം. 0, 5, 5, 4, 5, 9, 950. ആൻസർ എത്ര നീട്ടിയടാ, 950 നീട്ടി. ഓക്കെ അല്ലേ. അപ്പൊ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എത്രയും കിട്ടി, 950 എത്ര കിട്ടി, പ്രൊവിഷൻ കിട്ടി. എന്തുകൊണ്ട് ഡെബിറ്റ് എഴുതി ഞാൻ എപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അത് തെറ്റിക്കരുത്. ഓക്കെ, ഡെബിറ്റ് എഴുതി. നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വളരെ എളുപ്പമാണ്. നയോമി ഹാവ് ടു ബ്രിങ് ₹50,000 ക്യാപിറ്റൽ ആൻഡ് 30,000 മസ്റ്റ് ഗുഡ് വിൽ അല്ലെ. 50,000 ക്യാപിറ്റലായിട്ട് 30,000 ഗുഡ് വില്ലായിട്ട് കൊണ്ടുവന്നു. പഠിച്ച ആൾക്കാർക്ക്, സെറ്റായ ആൾക്കാർക്ക് അറിയാം, ഒരിക്കലും ക്യാപിറ്റലിന്റെ കാര്യം, ഗുഡ് വില്ലിന്റെ കാര്യം നമ്മൾ എവിടെ എഴുതാറില്ല, റീവാലുവേഷനകത്ത് എഴുതാറില്ല. റീവാലുവേഷനകത്ത് നമ്മൾ ആകപ്പാടെ പഠിച്ചത് എന്താ, അസറ്റ് കൂടുന്നെങ്കിൽ ക്രെഡിറ്റ്, അസറ്റ് കുറയുന്നെങ്കിൽ ഡെബിറ്റ്, ലൈബിലിറ്റി കൂടുന്നെങ്കിൽ ഡെബിറ്റ്, ലൈബിലിറ്റി കുറയണമെങ്കിൽ ക്രെഡിറ്റ്. അൺറിക്കോർഡ് അസറ്റ് വന്നാൽ
ക്രെഡിറ്റ്, അൺറിക്കോർഡ് ലൈബിലിറ്റി വന്നാൽ ഡെബിറ്റ്. ഇത്ര മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് വരുന്നു പഠിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ അറിയാലോ, എല്ലാവർക്കും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ അറിയാം. ഫസ്റ്റ് ഇയർ മുതൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണതാണ്. ഏറ്റവും കൂടിയ എമൗണ്ട് കൊണ്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക. ഇവിടുത്തെ ഏറ്റവും എമൗണ്ട് എന്ന് വെച്ചാൽ എത്ര രൂപ? 20,000 രൂപയുടെ ബിൽഡിങ്ങിന്റെ എമൗണ്ട് ആണ്. അപ്പൊ രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക. എത്രയാ? 20,000. ഓക്കെ ആണല്ല? ശരി, രണ്ട് സൈഡും ക്ലോസ് ചെയ്തു. ഇനി ബാലൻസ് ഏത് സൈഡാണോ കുറവ്, സൈഡുള്ള കുറവിൽ ബാലൻസ് വരും. ഇവിടുത്തെ സൈഡ് ഡെബിറ്റ് സൈഡ് ആണ് കുറവ്. ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ നമുക്കറിയാം, വെൻ ഡെബിറ്റ് സൈഡ് ഡിക്രീസ്, ക്രെഡിറ്റ് സൈഡ് ഇൻക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ശരി, നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് കിട്ടി അല്ലെ? റീവാലുവേഷൻ പ്രോഫിറ്റ് വേണമെങ്കിൽ അവിടെ എഴുതാം അല്ലെ? ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം അല്ലെ? റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണോടാ? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ആരൊക്കെയാ പഴയ പാർട്ണർ എന്നറിയപ്പെടുന്ന? രണ്ട് പാർട്ണേഴ്സിന്റെ പേര് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാ? തന്നെ ശ്രീഷ്തയും ഇഷ എന്നാണ്. ഞാൻ ചുരുക്കി എസ് എന്നും ഇ എന്നും എടുക്കുന്നു. ശരി, അപ്പൊ എത്രയാ ഇത്? എങ്ങനെ പ്രോഫിറ്റ് കണ്ടെത്തും ചോദിച്ചാൽ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് കുറച്ചു നോക്കുക. 20,000 നിന്ന് ബാക്കി കുറച്ച് നോക്കുമ്പോൾ അവിടെ പ്രോഫിറ്റ് കിട്ടും. നമുക്കിവിടെ ബാലൻസ് ആൻസർ 14,550 ബാലൻസ് ആൻസർ കിട്ടും. ബാലൻസ് ആൻസർ കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എല്ലാവർക്കും അറിയാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓൾഡ് റേഷ്യോ നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാ? 3:2 ആയിരുന്നു ഓൾഡ് റേഷ്യോ. ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുക. 3:2 ഓൾഡ് റേഷ്യോ. 14,550 3/5 കൊണ്ട് ചെയ്യുമ്പോൾ 8,730. 14,550 2/5 കൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ 5,820 കിട്ടി. ഈ ആൻസർ തിരിച്ചെവിടെ എഴുതുക? ക്യാപിറ്റൽ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് എഴുതുക. എസിന് നിങ്ങളുടെ പേരായിട്ട് മാറ്റുക. എസിന് എത്രയാ? 8,730. അടുത്ത ഇക്ക് എത്രയാ? 5,820. അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടിയത്? 14,580 കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയാകുമ്പോൾ സെറ്റ് എന്തായി മാറി? റീവാലുവേഷൻ അക്കൗണ്ട് ആയിട്ട് മാറി. ഇതാണ് ഞാൻ പറഞ്ഞത്, റീവാലുവേഷൻ വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയം നമുക്ക് ഇവിടെ സേവ് ചെയ്താൽ അടുത്ത ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് സെറ്റ് ആണ്. ഇനി ഈ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ചിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടാണ് പോണേ? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് പോണത്. അപ്പൊ ആൻസർ ആലോചിക്കുക. നമുക്ക് കിട്ടിയത് 8,730 5,820 എന്ത് കിട്ടിയത്? റീവാലുവേഷൻ അക്കൗണ്ട് കിട്ടി. ശരി, നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ട് പോകുന്നു? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ പോവാൻ. ശരി, നമ്മൾ ഇനി റീവാലുവേഷൻ കിട്ടിയ അക്കൗണ്ടിന്റെ അനുസരിച്ച് നമ്മൾ അടുത്ത് എന്തിലോട്ട് പോയാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന റീവാലുവേഷൻ അക്കൗണ്ട് എന്താണോ ചെയ്തത് അതിന്റെ കണ്ടിന്യൂസ് അല്ല നമ്മൾ എങ്ങോട്ട് പോകണേ? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പോകുന്നു. നമുക്കറിയാം പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തിലും ആരംഭിക്കുന്നത്? എല്ലാ അക്കൗണ്ടും ബാലൻസ് ബി ബാർ ബ്രോഡ് ഡൗൺ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിൽ ആരംഭിക്കണം. ഇവിടെയും നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ ആരംഭിക്കും. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് ആരംഭിക്കുന്നത്. എത്രയാ? ബാലൻസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിലാണ് ആരംഭിക്കേണ്ടത്. നമുക്കറിയാം ബാലൻസ് ബി ബാറിന്റെ ആണ് ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങൾ ക്വസ്റ്റിനോട് ജസ്റ്റ് നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് എത്രയൊക്കെ തന്നിരുന്നത്? 70,000 തന്നിരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് കാണും, കാരണം ഈക്വൽ റേഷ്യോ അല്ല. നിങ്ങൾ അത് നോക്കണ്ട, ടാലി ആവുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ തെറ്റാണ്. യഥാർത്ഥം നമ്മൾ നോക്കുമ്പോൾ റേഷ്യോ കറക്റ്റ് അല്ല. റേഷ്യോ 3:2 എന്ന റേഷ്യോ ആണ് തന്നിരുന്നത്, ഈക്വൽ റേഷ്യോ അല്ല. നമുക്ക് നോക്കാം, ടാലി ആവുമെന്ന് നോക്കാം. ബാലൻസ് ബി ബാറിന്റെ എത്രയൊക്കെ തന്നിരിക്കുന്നത്? 70,000 രൂപയും 70,000 രൂപ എന്താ തന്നിട്ടുണ്ട്? ക്യാപിറ്റലായിട്ട് തന്നിട്ടുണ്ട്. ശരി, നമ്മൾ ക്യാപിറ്റൽ അവരുടെ കഴിഞ്ഞ ഈ ബാലൻസ് ബി ബാർഡി എവിടെ നിന്ന് എടുത്തു എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ബാലൻസ് ബി ബാർഡി നമ്മൾ എവിടെ എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങളെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ആ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലായിട്ട് ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട് മക്കളെ. ഈ ക്യാപിറ്റൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. അപ്പൊ ബാലൻസ് ബി ബാർഡി എത്രയായിട്ട് മാറി? 70,000 രൂപയും 70,000 രൂപയായിട്ട് മാറി. ഓക്കെ അല്ലേ? എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ചുമ്മാ ടെൻഷൻ അടിച്ച് തെറ്റിക്കരുത്. നമുക്കറിയാവുന്ന കാര്യം ആദ്യം എഴുതി വയ്ക്കുക. നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം ബാലൻസ് ബി ബാർഡി അറിയാം. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. ക്വസ്റ്റ്യനിൽ മറ്റെന്ത് തന്നിരിക്കും ചോദിച്ചാൽ എത്രയോ രൂപ ഇയാള് പുതിയതായിട്ട് വന്ന പാർട്ണർ എത്രയോ രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക. എത്ര രൂപയാണ് തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ, അഡ്മിറ്റ് നയോമി ഇൻ ടു ദി പാർട്ണർഷിപ്പ് 1/4 ഷെയർ. 1/4 ഷെയറിന് അഡ്മിറ്റ് ചെയ്തു. ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയെന്ന് ചോദിച്ചാൽ 15,000 as his capital അല്ലേ, ഹെർ ക്യാപിറ്റൽ അല്ലേ. 50,000 രൂപ അവൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ 50,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു പാർട്ണർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് സെറ്റ് ആയിട്ട് അങ്ങ് എഴുതി
വെക്കാം. ആൻസർ ഏതാ? ക്യാഷ് എന്ന് എഴുതാം. എമൗണ്ട് ആളിൽ എഴുതണം. പുതിയ പാർട്ണറിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്, കാരണം അവരാണ് കൊണ്ടുവന്നത്. എമൗണ്ട് എത്രയാ? 50,000 ആണ് എമൗണ്ട്. ജേണൽ എൻട്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ടാണ് ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്കറിയാം ഇവർ ക്യാഷ് മാത്രമല്ല കൊണ്ടുവന്നത്. ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിനകത്ത് പറയുന്നു 30,000 ആസ് ഗുഡ് വിൽ അല്ലെ. 30,000 രൂപ എന്തായിട്ടും കൊണ്ടുവന്നു? ഗുഡ് വില്ലായിട്ട് ഇവർ കൊണ്ടുവന്നു. അപ്പൊ 30,000 രൂപ ഇവർ എന്തായിട്ട് കൊണ്ടുവന്നു എന്ന് പറയുക? ഗുഡ് വില്ലായിട്ട് കൊണ്ടുവന്നു പറയുക അല്ലെ. നമുക്കറിയാം ഗുഡ് വില്ല് കൊണ്ടുവരുന്ന ഒരു ജേണൽ എൻട്രി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോക്ക് അത് ചെയ്തിട്ടുണ്ട്. അവിടെ ജേണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതണം? ക്യാഷോ അല്ലെങ്കിൽ ഗുഡ് വില്ലോ എന്ന് എഴുതാം. ക്യാഷ് എന്ന് എഴുതുക, ബ്രാക്കറ്റിനകത്ത് എന്തെന്ന് എഴുതുക? ഗുഡ് വില്ല് എന്ന് എഴുതുക. ആരൊക്കെ കൊണ്ടുവന്നേ? ഓൾഡ് പാർട്ണേഴ്സിനാണ് ഡിവൈഡ് ചെയ്തേണ്ടത്. ന്യൂ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്യണം. ഇത് മനസ്സിലാവാത്തവര് കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഇതിനു വേണ്ടി ചെയ്തൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോകുക. അപ്പൊ ഗുഡ് വില്ല് കൊണ്ടുവന്ന കാര്യം നമുക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഒരു ജേണലിലേക്ക് നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ചെയ്ത കാര്യമാണ്. ശരി, ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ജേണലിലേക്ക് ഞാൻ അവിടെ പറഞ്ഞു. ഇനി ഞാൻ അവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഗുഡ് വിൽ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും ചോദിച്ചാൽ ഗുഡ് വിൽ എപ്പോഴും അഡ്മിഷൻ ടൈം ആണോ സാക്രിഫൈസിന്റെ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിന്റെ റേഷ്യോയിലാണ് ഗുഡ് വിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ സാക്രിഫൈസിന്റെ റേഷ്യോ നമുക്ക് കണ്ടെത്തണം. സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്താനുള്ള ഫോർമുലയൊക്കെ ഞാൻ വീണ്ടും അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഞാൻ അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞു തന്നു. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. എങ്ങനെ? ക്വസ്റ്റ്യനകത്ത് പഴയ റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ, 3:2. പുതിയൊരു പാർട്ണറിനെ ഏതോ ഒരു ഷെയറിന് അഡ്മിറ്റ് ചെയ്തു, 1/4. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. ചെയ്തില്ലേലും കുഴപ്പമില്ല, വർക്കിംഗ് ഓർഡിനകത്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല. അവിടുത്തെ സാക്രിഫൈസിന്റെ റേഷ്യോ എത്രയായിരിക്കും? സാക്രിഫൈസിന്റെ റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2 ആണ്. പിടികിട്ടിയായിരുന്ന അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ചെയ്തു നോക്കാം. ചെയ്തെങ്കിലും റിമൈനിങ് റേഷ്യോ 1 - 1/4. അപ്പോൾ റിമൈനിങ് ഷെയർ കിട്ടും. ഈ റിമൈനിങ് ഷെയറിനെ പഴയ പാർട്ണറായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വരുമ്പോൾ അവിടുത്തെ റേഷ്യോ കിട്ടും. ആ കിട്ടുന്ന ന്യൂ റേഷ്യോയിൽ നിന്ന് ഇവരുടെ ഓൾഡ് റേഷ്യോ കുറച്ച് വരുമ്പോൾ ആൻസർ എത്ര തന്നെ കിട്ടും? 3:2 തന്നെ കിട്ടും. ആണെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ നമുക്ക് വീണ്ടും ചെയ്യാം. അടുത്തൊരു ഇത് റേഷ്യോ മാത്രം വരുന്ന ഒരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ അവിടെ ആൻസർ എത്രയാ? ഇവിടെയും 3:2 തന്നെയാണ്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത് റേഷ്യോ? സാക്രിഫൈസിന്റെ റേഷ്യോ. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു ഓൾഡ് റേഷ്യോ ഈസ് സെയിം ടു സാക്രിഫൈസിന്റെ റേഷ്യോ. അപ്പൊ ഇവിടുത്തെ സാക്രിഫൈസിന്റെ റേഷ്യോ എത്ര കിട്ടി? 3:2 എന്ന് കിട്ടി. ഈ 3:2 എന്ന റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യണം? ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യണം. ഗുഡ് വില്ല് മൊത്തം എമൗണ്ട് 30,000 രൂപ. ഞാൻ ലേശം ഇവിടെ വർക്ക് ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് നോട്ടിനകത്ത് ഇതൊക്കെ ചെയ്ത് പറഞ്ഞ വീഡിയോ. അപ്പൊ വർക്കിംഗ് നോട്ടിനകത്ത് നിങ്ങൾ ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന ഹെഡിങ് കൊടുക്കുക. ആദ്യത്തെ ആളാരാ? നമ്മുടെ അടുത്ത് എസ് എന്നാണ്, നിങ്ങളെ പേരെടുത്ത് കൊടുക്കുക. എസിനല്ലേ കൊടുക്കേണ്ട മൊത്തം എമൗണ്ട് എത്രയാ? 30,000 രൂപയാണ് ഇയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ല്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അതും പറഞ്ഞു, ശ്രദ്ധിക്കുക. ഇയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ലാണോ നോക്കുക. ഫേമിന്റെ ഗുഡ് വില്ലാണെങ്കിൽ ഫേമിന്റെ ഗുഡ് വിൽ നിന്ന് ഇയാളുടെ ഗുഡ് വില്ലിന്റെ ഷെയറിലോട്ടൊക്കെ മാറ്റുക. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ലാണ് 30,000 രൂപ. 30,000-നെ 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അടുത്ത ആർക്കാ? ഇക്ക് അല്ലെ. ഇക്ക് എത്രയാ? 30,000 ഇൻറ്റു 2/5. 30,000 ഇൻറ്റു 2/5 വെട്ടാല 6 5 30, 6 3 18. 18,000. അടുത്ത എത്രയാ? 12,000 അല്ലെ. 12,000. അപ്പൊ ആൻസർ എത്ര കിട്ടി? 18,000 12,000 എന്ന് കിട്ടി. അപ്പൊ ഗുഡ് വിൽ ഡിവൈഡ് ചെയ്ത് എത്രയൊക്കെയാ? 18,000 12,000 ആണ്. അപ്പൊ ക്യാഷ് ഗുഡ് വിൽ ആർക്കൊക്കെയാ? ഓൾഡ് പാർട്ണേഴ്സിനല്ലേ. ഓൾഡ് പാർട്ണേഴ്സിന് എത്രയൊക്കെയാ? 18,000 12,000. 18,000 12,000 കിട്ടി. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് 18,000. ഈക്ക് എത്ര കിട്ടി? 12,000 കിട്ടി. ടോട്ടൽ എത്രയായിട്ട് മാറിയടാ? 30,000 ആയിട്ട് മാറി. സെറ്റ് അല്ലേ? ശരി. അപ്പൊ ഗുഡ് വില്ലിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്കറിയാവുന്നത് റീവാലുവേഷൻ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ കിട്ടിയ റീവാലുവേഷൻ പ്രോഫിറ്റിനെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് നിങ്ങൾക്ക് റീവാലുവേഷൻ അവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ചെയ്ത് മാറ്റിട്ടില്ല. എത്രയൊക്കെയാ? 5,820. പിന്നെ എത്ര കിട്ടി? 8,730 ആണ് കിട്ടിയത് അല്ലെ. റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലേ കിട്ടിയ. പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു. പ്രോഫിറ്റ് ആണ് കിട്ടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, ലോസ് ആണ് കിട്ടണമെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നുകൂടി, പ്രോഫിറ്റ് ആണ് കിട്ടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്കും, ലോസ് ആണ് കിട്ടണമെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ആർക്കൊക്കെ കിട്ടി? ആദ്യത്തെ ആൾക്ക് അല്ലെ. റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെ. റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എഴുതിയാലും കുഴപ്പമില്ല. റീവാലുവേഷൻ എത്രയൊക്കെയാണ്? ആദ്യത്തെ ആൾക്ക് എത്രയാ? 8,730
5730 രണ്ടാമത്തെ ആൾക്ക് എത്രയാ 5820 കിട്ടി. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ റീവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ക്വസ്റ്റിനകത്ത് ഇനി നമ്മൾ നോക്കേണ്ടത് റിസർവ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യൂമുലേറ്റഡ് ലോസ്, ഈ മൂന്ന് കാര്യം നമ്മൾ എപ്പോഴും തെറ്റിക്കാറുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ലായിരിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് നോക്കുക റിസർവ് തന്നിട്ടുണ്ടോ, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ, അക്യൂമുലേറ്റഡ് ലോസ് തന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. ഇതെന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ക്വസ്റ്റിനകത്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് റിസർവ് തന്നിരിക്കും. ഈ റിസർവ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾഡ് റേഷ്യോയിൽ ഓൾഡ് പാർട്ണേഴ്സിന് മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ പറയുന്നു, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾഡ് റേഷ്യോയിൽ ഓൾഡ് പാർട്ണേഴ്സിന് മാത്രം എന്ത് ചെയ്യുക? അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഏതിന്റെ കാര്യം തീരും? റിസർവിന്റെ കാര്യം തീരും. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് റിസർവിനെ പോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് മാർക്ക് തന്നെയാണ്. ഓൾഡ് പാർട്ണേഴ്സിന് മാത്രം കൊടുത്താൽ മതി. അക്യൂമുലേറ്റഡ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഓൾഡ് പാർട്ണേഴ്സിന്റെ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ റിസർവ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യൂമുലേറ്റഡ് ലോസ് ഒന്ന് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. ശരി. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. പരീക്ഷയ്ക്ക് അക്യൂമുലേറ്റഡ് ലോസ് ഒന്നും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ ക്വസ്റ്റിനകത്ത് തരില്ല. അവര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് രണ്ട് പേർക്കും തരുള്ളൂ. ആർക്ക്? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിനായാലും അക്യൂമുലേറ്റഡ് ലോസിനായാലും അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് പി ആൻഡ് എൽ എന്ന് മാത്രമേ തരാറുള്ളൂ. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും. പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡും അക്യൂമുലേറ്റഡ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡും. പക്ഷെ നോക്കിയേ, രണ്ട് സൈഡും പി ആൻഡ് നില പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയാൾ ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഇത് എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്ന് വിചാരിക്കും. എന്താണ് അക്യൂമുലേറ്റഡ് ലോസ്, ഇത് ഏതാണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എന്നൊക്കെ കണ്ടെത്തും. നമ്മൾ അവിടെ കിടന്ന് കൺഫ്യൂഷൻ ഒക്കെ അടിച്ചിരിക്കും. വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ, തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. പറഞ്ഞ് തന്നെ പഠിക്കുക. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ പി ആൻഡ് എല്ലാം തന്നിരുന്നാൽ അത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റും, തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിരുന്നാൽ അത് അക്യൂമുലേറ്റഡ് ലോസും ആയിരിക്കും. മാറി പഠിക്കുക. പരീക്ഷ റൂമിനകത്ത് പോകുമ്പോൾ മാറിപ്പോരുത്. അസറ്റ് സൈഡിൽ തന്നിരുന്നാൽ അക്യൂമുലേറ്റഡ് ലോസും, ലൈബിലിറ്റി സൈഡിൽ തന്നിരുന്നാൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റും ആയിരിക്കും. ഞാൻ പറഞ്ഞു എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതേ പറഞ്ഞ രീതിയിൽ അതുപോലെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ശരി. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റിനകത്ത്? വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് നോക്കുക. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റിനകത്ത് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനകത്ത് വേറെ പ്രത്യേകത ഗുഡ്വിൽ എന്നൊന്നും പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. ശരി. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വേറൊരു കാര്യം തരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. നേരത്തെ പോലെ തന്നെ രണ്ട് സൈഡും കൂട്ടി നോക്കുക. രണ്ട് സൈഡും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഒരുപോലെ ക്ലോസ് ചെയ്തു. രണ്ട് സൈഡും കൂട്ടി നോക്കുക. ഈ സൈഡ് കൂട്ടാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതാ ഈ സൈഡ് കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ബാലൻസ് അതേ എമൗണ്ട്, കാരണം ഇവിടെ കുറയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് എമൗണ്ട് ഇവിടെ ഇന്ന് ക്രെഡിറ്റിലും വരുന്നു. ശരി. നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ ബാലൻസ് ചെയ്ത് നോക്കുക. ഇവിടെ കൂട്ടുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 96,730 87,820 50,000 കിട്ടി. രണ്ട് സൈഡ് ഇവിടെ വേറെ ഒന്നും കുറയ്ക്കാനില്ലാത്തതുകൊണ്ട് രണ്ട് സൈഡ് എന്ത് ചെയ്തു? ഒരുപോലെ എഴുതി. ശരി. ഇവിടെ ഒന്നും കുറയ്ക്കാനില്ല. കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ശരി. ഇവിടെ അതുപോലത്തെ ആൻസർ തന്നെ ബാലൻസ് സി ബാർഡി വരും. എത്രയാ? 96,730 87,820 ആൻസർ എത്രയാ? 50,000. ശരി. നമ്മൾ കിട്ടേണ്ട ആൻസർ കിട്ടി. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ട ആൻസർ കിട്ടി. നമ്മുടെ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് കിട്ടി. 96,730 87,820 50,000 രൂപ നമ്മുടെ ബാലൻസ് ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്താൽ പെട്ടെന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുക. തെറ്റ് വരരുത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരിടത്ത് തെറ്റ് നമുക്ക് എപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാലൻസ് ഷീറ്റ് ടാലി ആവാത്തപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ തെറ്റിപ്പോയി എന്ന് വിചാരിക്കും. വീണ്ടും ഒന്നേന്ന് ചെയ്യാനുള്ള സമയമൊന്നും അവിടെ കിട്ടത്തില്ല. അപ്പൊ തെറ്റിയത് തന്നെയാണ്. ഓരോ അക്കൗണ്ട് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം അടുത്ത അക്കൗണ്ടിലേക്ക് പോവുക. ശരി. നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത് പോകുന്ന അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആണ്. അവസാനം നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ ബാലൻസ് ഷീറ്റ് ആണ്. ശരി. ഇതിന്റെ എമൗണ്ട് കിട്ടേണ്ട അനുപാതി, ഇതിന്റെ കിട്ടേണ്ട റിസൾട്ട് വെച്ച് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ശരി, ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു. ശരിടാ, നമുക്ക് ഇനി ഫൈനൽ ആൻസർ കിട്ടേണ്ട ബാലൻസ് ഷീറ്റിനകത്താണ്. നമ്മൾ അവസാനത്തെ ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്നു. അസറ്റും ലൈബിലിറ്റിയാണ് നോക്കേണ്ടത്. അസറ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അസറ്റ് നോക്കി, അസറ്റ് നമ്മൾ വേറെ ഒന്നും വേണ്ട. നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്താണോ ആ ബാലൻസ് ഷീറ്റ് അതുപോലെ എടുത്തിട്ട്
അതേ ചെയ്ത കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് മാറ്റിയാൽ മതി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം എന്ത് ചെയ്യുക, അതിനകത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ശരി, നമ്മളെ പഴയ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എടുത്ത് വെച്ചോ. ആദ്യം എന്താ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ തന്നിരിക്കുന്നത്. ശരി, അപ്പൊ അവിടെ എന്ത് ചെയ്യുക, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റ്യൻ കാണുക. ക്യാഷ് ഇൻ ഹാൻഡ് അതിനകത്ത് എത്രയാ, 3000 രൂപയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എടുത്ത് തന്നിരിക്കുന്നു. നമ്മൾ അതുപോലെ എഴുതി. ഇനി ക്യാഷ് ഇൻ ഹാൻഡിനകത്ത് നമുക്ക് വ്യത്യാസമുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ഞാൻ അവസാനം പറയാം. ശരി, അവിടെ കിടക്കട്ടെ, എമൗണ്ടിന്റെ കാര്യം അവിടെ കിടക്കട്ടെ, ലാസ്റ്റ് എളുപ്പത്തിൽ പറയാം. അടുത്ത ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ, ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എമൗണ്ട് എത്ര? ക്യാഷ് അറ്റ് ബാങ്ക് 23,000 രൂപ. ക്യാഷ് അറ്റ് ബാങ്ക് 23,000 രൂപ തന്നിട്ടുണ്ട്. ശരി, അടുത്താണെങ്കിലോ ഡെപ്റ്റേഴ്സ്. അടുത്ത ഡെപ്റ്റേഴ്സ് ആണ് തരുന്നത് അല്ലേ, ഡെപ്റ്റേഴ്സ് ടോട്ടൽ എമൗണ്ട് തന്നിരിക്കുന്ന 19,000 രൂപയാണ് ഡെപ്റ്റേഴ്സിനകത്ത് തന്നിരിക്കുന്നു. ശരി, ഞാൻ 19,000 രൂപ ഡെപ്റ്റേഴ്സിനകത്ത് എഴുതി. അവിടെ എഴുതി എന്തിന് ഇന്നർ കോളത്തിനകത്ത് എഴുതിയെന്ന് ചോദിച്ചാൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആർക്കുണ്ട്, നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ഡെപ്റ്റേഴ്സിനുണ്ട്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഏതാ, അതിനകത്തൊരു പ്രൊവിഷൻ ഉണ്ട് അല്ലെ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്. ഏതിന്, നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഡെപ്റ്റേഴ്സിന് ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടായിരുന്നു. എത്ര രൂപ നമ്മൾ കണ്ടെത്തി, 950. അപ്പൊ ലെസ് എത്ര, പ്രൊവിഷൻ എത്രയാ, 950. 19,000 എത്ര, 19,000 എത്ര രൂപ, 980 കുറയ്ക്കണം. 980 കുറയ്ക്കുമ്പോൾ 18,050 അല്ലെ, 18,050 ആണ് ആൻസർ. 18,050 എഴുതി. എങ്ങനെ കിട്ടിയെന്നല്ലോ, ഡെപ്റ്റർ അസറ്റിൽ നിന്ന് പ്രൊവിഷൻ കുറച്ചു, 18,050 കിട്ടി. ഇനി അടുത്ത അസറ്റ് ചെയ്താ, അടുത്ത ബിൽഡിംഗ് തന്നിട്ടുണ്ട് അല്ലെ, അസറ്റ്. ശരി, ബിൽഡിങ്ങിന്റെ കാര്യം എഴുതി അല്ലെ, ബിൽഡിംഗ് അസറ്റായ ബിൽഡിംഗ് എഴുതി. ബിൽഡിങ്ങിന്റെ എമൗണ്ട് എത്ര തന്നെ, ബിൽഡിങ്ങിന്റെ എമൗണ്ട് 65,000 രൂപ ബിൽഡിങ്ങിന് തന്നിട്ടുണ്ട്. നമ്മൾ അതേപോലെ ഇന്നർ കോളത്തിനകത്ത് എടുത്ത് എഴുതി. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ബിൽഡിംഗ് കൂടി എന്നാ പറഞ്ഞത് അല്ലെ, അപ്രീസിയേഷൻ ചെയ്തു പ്ലസ് അല്ലെ, അപ്പൊ കൂടി പ്ലസ് അല്ലെ, പ്ലസ് അപ്രീസിയേഷൻ. എത്ര അപ്രീസിയേഷൻ ആയിട്ട് പറയുന്നത് ക്വസ്റ്റിനകത്ത്, അപ്രീസിയേഷൻ 20,000 രൂപ കൂടി എന്നാ പറയണത്. ശരി, 20,000 രൂപ കൂടുമ്പോൾ എത്ര കിട്ടി, 85,000 രൂപ കിട്ടി അല്ലെ. 85,000 രൂപ എന്ത് ചെയ്തു, അപ്രീസിയേഷൻ വന്നപ്പോൾ 85,000 രൂപ കിട്ടി. ശരി, നെക്സ്റ്റ് വരുന്ന അസറ്റ് ഫർണിച്ചർ ആണ് അല്ലെ, ഫർണിച്ചർ അതുപോലെ എഴുതി. ഫർണിച്ചറിന്റെ എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്, ഫർണിച്ചറിന്റെ എമൗണ്ട് ആണെങ്കിൽ 15,000 രൂപ ഫർണിച്ചർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 15,000 രൂപ അതുപോലെ എഴുതി. ഇനി എന്താ അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഫർണിച്ചറിന് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താ, ഡിപ്രീസിയേഷൻ ആണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ എപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യണത്. ഡിപ്രീസിയേഷൻ എത്ര രൂപ അവിടെ തന്നിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ 1,500 നമ്മൾ 10% കണ്ടെത്തി. അപ്പൊ 15,000 എത്ര രൂപ, 1,500 രൂപ നമുക്ക് കുറയ്ക്കണം. 15,000 1,500 രൂപ കുറച്ചപ്പോൾ എത്ര നീട്ടി, 13,500 രൂപ നീട്ടി അല്ലെ, 13,500 അല്ലെ, 13,500 രൂപ കിട്ടി. ശരി, ഏതിന്റെ കാര്യമായി, ഫർണിച്ചറിന്റെ കാര്യം 13,500 രൂപ കിട്ടി. ശരി, അടുത്ത എന്താ, മെഷീനറി. അടുത്ത മെഷീനറിയുടെ കാര്യമാണ് തന്നിരിക്കുന്നത്. മെഷീനറി അതുപോലെ എഴുതി. നോക്കി, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നോ മെഷീനറിക്ക്? ഇല്ല, മെഷീനറിക്ക് വേറെ ഒന്നും അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അസറ്റ് അതുപോലെ എഴുതുക. എത്രയാ, 13,000 രൂപ അതുപോലെ എഴുതി. നെക്സ്റ്റ് അടുത്ത എഴുതുന്ന സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക് അസറ്റ് വീണ്ടും എഴുതി. സ്റ്റോക്ക് അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെ എഴുതും, ഇന്നർ കോളത്തിനകത്ത് എഴുതി. എത്രയാ, 30,000 രൂപയാണ് സ്റ്റോക്കിന്റെ യഥാർത്ഥ വില. 30,000 രൂപ എഴുതി. അവിടെ എന്തുണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ, ലെസ് ഡിപ്രീസിയേഷൻ എത്രയാ, 3,000 രൂപ ഡിപ്രീസിയേഷൻ എഴുതി. ടോട്ടൽ എത്ര എഴുതി, 27,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഔട്ടർ കോളത്തിനകത്ത് കാണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ അസറ്റിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുതിയ അൺറിക്കോർഡ് അസറ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ക്യാഷിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, ക്യാഷിന്റെ കാര്യമാണെങ്കിൽ ക്യാഷ് എത്ര, സോറി നമ്മൾ ക്യാഷ് ബാങ്കിന്റെ അല്ലേ, ക്യാഷ് തന്നെ എത്രയാ, 3,000 രൂപ നമ്മൾ ക്യാഷ് അതുപോലെ എഴുതി. നമ്മള് ക്യാഷ് ഇൻ ഹാൻഡാ പറഞ്ഞ അല്ലെ, ക്യാഷ് ബാങ്ക് അല്ലേ. ശരി, അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര രൂപയായിട്ട് എഴുതി, 3,000 രൂപ ആയിട്ട് എഴുതി. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് യഥാർത്ഥ എമൗണ്ട് നമുക്കിനി ക്യാഷിനായിട്ട് ഞാൻ പ്രത്യേകം പിന്നീട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് പ്രത്യേകം വരച്ചൊക്കെയായിരിക്കും, ക്യാഷ് അക്കൗണ്ട് വരച്ചായിരിക്കും നിങ്ങൾ ചെയ്തത്. ഇനി ക്യാഷ് അക്കൗണ്ട് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്വസ്റ്റിനകത്ത് അങ്ങനെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പറയില്ല. അഥവാ പറഞ്ഞാലും അത് ചിലപ്പോൾ നമ്മളൊരു ചില ക്വസ്റ്റിനകത്ത് മാത്രമേ നമ്മളങ്ങനെ ക്യാഷ് അക്കൗണ്ട് വരച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റിനകത്ത് 3,000 രൂപ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പറയും ക്യാഷ് ഇൻ ഹാൻഡ് 3,000 രൂപ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്ത അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്ത റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ചെയ്ത പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്.
ഇവിടെയൊക്കെ നിങ്ങൾ എവിടെയെല്ലാം 3000 എവിടെയെല്ലാം നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡിന്റെ എമൗണ്ട് നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് നോക്കുക. നമുക്കറിയാം പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതല്ലാതെ തന്നെ അറിയാം പുള്ളിക്കാരൻ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത് ഒന്ന് ക്യാപിറ്റൽ ആയിട്ട് എത്ര രൂപ കൊണ്ടുവന്നു, ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു 30,000 രൂപ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു, അല്ല ഗുഡ് വില്ലായിട്ട് 30,000 രൂപയും. ക്വസ്റ്റ്യൻ നോക്കിക്കോ, അത് കഴിഞ്ഞ പിന്നെ എത്രയാ 50,000 രൂപ എന്തായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്, അവര് ക്യാപിറ്റൽ ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 30,000 രൂപ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. വേറൊരിടും ക്യാഷ് ഇൻ ഹാൻഡും തന്നിട്ടില്ല. നമ്മൾ ഇനി ഒരു ക്യാഷ് ബുക്ക് വരച്ചാലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ 3000 പ്ലസ് 30,000 കൊണ്ടുവന്ന 30,000 ഗുഡ് വില്ല് പ്ലസ് കൊണ്ടുവന്ന 50,000 രൂപ എന്ത് ക്യാപിറ്റൽ. ടോട്ടൽ എമൗണ്ട് എത്രയായിട്ടും 83,000 എന്ന് കിട്ടും. ആൻസർ 83,000. നമ്മൾ ചെയ്ത് 83,000 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്ത് ക്യാഷ് ബുക്ക് വരച്ച് ചെയ്താൽ ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ഇങ്ങനെ എന്താ, ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ബി ബാറിൽ എത്ര 3,000 രൂപ വരും, ക്രെഡിറ്റ് സൈഡിൽ എത്രയൊക്കെ വരും 80,000 50,000 30,000 വരും. കൂട്ടും വ്യത്യാസം എടുക്കും, വ്യത്യാസം എടുക്കുമ്പോൾ എത്ര വരും 83,000 രൂപ എന്ന് വരും. ഇവിടെ വേറെ വിഡ്രോ ചെയ്തിട്ടൊന്നുമില്ല, ഗുഡ് വില്ല് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പൈസ ഒക്കെ കൊടുക്കുകയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സോഫായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു, ക്യാഷ് ഇൻ ഹാൻഡ് കാര്യം വ്യക്തമായെന്ന് തോന്നുന്നു. ശരി, നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്തോട്ട് പോകുന്നത് ബാലൻസ് ഷീറ്റിലോട്ടുള്ള ലൈബിലിറ്റി സൈഡിലോട്ട് പോവേണ്ട. ക്വസ്റ്റിനകത്ത് നോക്കുക ഏതൊക്കെ തന്നിട്ടുണ്ട് നോക്കുക. ക്വസ്റ്റിനകത്ത് അവിടെ ഒരു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, അല്ലെ 28,000 രൂപ അല്ലെ. ക്രെഡിറ്റേഴ്സ് എത്രയാ, ക്രെഡിറ്റേഴ്സ് 28,000 രൂപ എന്ത് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് 28,000 രൂപ തന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ 28,000 രൂപ കാണിച്ചു. വേറെ ഒന്നും ക്രെഡിറ്റ് സൈഡ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റി സൈഡിൽ തന്നിട്ടില്ല. അപ്പൊ ക്രെഡിറ്റേഴ്സ് നമ്മൾ നിർത്തി. ശരി, ഇനി നമ്മൾ എഴുതേണ്ടത് എന്താ, ക്യാപിറ്റൽസ് അല്ലെ. നമുക്ക് കിട്ടിയ ക്യാപിറ്റൽസ് എഴുതണം. 3 പേരുടെയും ക്യാപിറ്റൽസ് എഴുതണം. നമ്മൾ നേരത്തെ കണ്ടെത്തിയ 3 പേരുടെയും ക്യാപിറ്റൽസ് ഞാൻ പ്രത്യേകം എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. 3 ആൾക്കാരുടെ പേര് കൊടുക്കുക. നിങ്ങൾ എന്താണോ പേര് എഴുതിയ പേര് കൊടുക്കുക. എത്രയൊക്കെയാ 96,730, 87,820, എത്ര 50,000. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നർ കോളത്തിനകത്ത് 3 പേരുടെയും ക്യാപിറ്റൽ എഴുതി. കൂട്ടി ഔട്ടർ കോളത്തിന് എഴുതുമ്പോൾ 2,34,550 എന്ന് കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കുക, കാൽക്കുലേറ്റർ കൊണ്ട് കൂട്ടി നോക്കുക. ആൻസർ 2,34,530 എന്ന് കിട്ടി. ശരി, അവിടെ വെച്ച് നമ്മൾ നിർത്തി. ഇനി ഒന്നും എഴുതാനില്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പരീക്ഷ നമുക്ക് തെറ്റിയാൽ വീണ്ടും ചെയ്യാനുള്ള സമയമില്ല, ടെൻഷനൊക്കെ ആവും. ഒന്നുകൂടെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്യുന്നു. 2 സൈഡും നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. 2 സൈഡും കൂട്ടി നോക്കുക. ബാലൻസ് ഷീറ്റ് ടാലി ആവോ നോക്കുക. ബാലൻസ് ഷീറ്റ് ടാലി എമൗണ്ട് ഒന്ന് കൂട്ടി നോക്കുക. അങ്ങനെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നിങ്ങളെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2,62,550. 2,62,550. 2 സൈഡ് കൂട്ടുമ്പോൾ 2,62,550. ശരി, അപ്പൊ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ 2 സൈഡും 2,62,550 ഇവിടെ അസറ്റ് സൈഡിലും കിട്ടി, ലൈബിലിറ്റി സൈഡിലും കിട്ടി. ഇത്രയാണ് ബാലൻസ് ഷീറ്റിനകത്ത് വരുന്നത്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. സിമ്പിൾ പ്രോബ്ലം ചോദിച്ച പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിലായിരിക്കും വരുന്നത്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വലുതായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ 8 മാർക്കൊന്നും പോരാ. നമുക്ക് തന്നെ അറിയാം, വർക്കിംഗ് ഔട്ടിനകത്ത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പ്രത്യേകം ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒരു 8 മാർക്ക് തന്നാൽ പോരാ. അപ്പൊ 8 മാർക്കിനായിട്ട് ചോദിക്കുന്ന അഡ്മിഷനകത്ത് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ്, അക്യുമുലേറ്റഡ് ലോസ് ഒക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു. ഒന്നുകൂടെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു 2-3 പ്രോബ്ലങ്ങൾ ചെയ്ത് സെറ്റ് ആവുക. സ്പീഡ് കയറ്റുക. സ്പീഡാണ് ഞാൻ പറഞ്ഞ റീവാലുവേഷൻ അക്കൗണ്ട് പെട്ടെന്ന് ചെയ്യുക. ബാക്കി ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്ന് ഇരുത്തി ചെയ്താലും കുഴപ്പമില്ല. 8 മാർക്ക് നമുക്ക് കിട്ടണം. 8 മാർക്കിനകത്ത് ഷുവറായിട്ട് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പ്രത്യേകമേ ചോദിക്കുള്ളൂ. നമുക്ക് പിന്നെ ചെയ്യാം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. 8 മാർക്ക് ഇതേപോലത്തെ ഒരു മോഡൽ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈ 8 മാർക്ക് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും.